പാലക്കാട് 3 ദിവസമായി നടന്നുവന്ന RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് സമാപനം. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബംഗാളിലെ യുവ വനിതാ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഈ ചർച്ചയെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട്ട് 3 ദിവസമായി നടന്നുവന്ന RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്കിൽ രാജ്യത്തെ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളും നിലവിലുള്ള സാഹചര്യങ്ങളുമാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ വളരെ പെട്ടെന്ന് നീതി നടപ്പാക്കണമെന്ന് ബൈഠക് ശക്തമായി ആവശ്യപ്പെട്ടുവെന്ന് RSS അഖിലേന്ത്യാ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ അഭിപ്രായപ്പെട്ടു. In different developmental activity and of course the local issues with the women and their solutions, how women can participate in such solutions, that those issues were discussed. And of course one important issue was also discussed, that long years it was the Western feminism was very well discussed, but there is a Bharatiya Chintan, the Indian Bharatiya thought process about the woman and the role of woman in Bharatiya Chintan, that was also discussed. That is our perspective. സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സ്ത്രീകളുടെ പങ്ക് നിർണായകമാണെന്ന് യോഗം വിലയിരുത്തി. പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണം പാലിക്കപ്പെടണം. ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കണക്കുകൾ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. പിന്നാക്കക്ഷേമത്തിന്റെ കാര്യത്തിൽ ഭരണഘടനാ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണം. വോട്ടിനു വേണ്ടി ജാതി സെൻസസ് പോലുള്ള വിഷയങ്ങളെ ഉപയോഗിക്കുന്നതിനെ RSS അനുകൂലിക്കുന്നില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന സാഹചര്യം യോഗം വിലയിരുത്തി. ഇക്കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്. അന്താരാഷ്ട്ര വിഷയമെന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ നയതന്ത്രപരമായ ഇടപെടൽ നടത്തണമെന്ന് ഭാരത സർക്കാരിനോട് യോഗം ആവശ്യപ്പെട്ടു. RSS ശതാബ്ദിയോടനുബന്ധിച്ച് സാമൂഹ്യ പരിവർത്തനത്തിനായി 5 കർമ്മപരിപാടികളാണ് തയ്യാറാക്കുക. എല്ലാ പരിവാർ സംഘടനകളും ഈ പ്രവർത്തനം വളരെ ഗൗരവമായാണ് ഏറ്റെടുത്തിട്ടുള്ളത്. സാമൂഹ്യ സമരസത, കുടുംബ ശാക്തീകരണം, പരിസ്ഥിതി സംരക്ഷണം, സ്വദേശി, പൗരധർമ്മം എന്നീ 5 വിഷയങ്ങളിലൂന്നി ശതാബ്ദി വർഷത്തിൽ പ്രവർത്തനം ശക്തമാക്കും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന സർവ്വതല സ്പർശിയായ പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്യുന്നത്. മണിപ്പൂർ പ്രശ്നത്തിൽ ശാശ്വത സമാധാനം വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം സംബന്ധിച്ച് മുസ്ലിം സംഘടനയിൽ നിന്ന് പോലും ഒട്ടേറെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിയമം പുനഃപരിശോധിക്കുന്നതിൽ തെറ്റില്ല. ബൈഠക്കിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിൽ ഉത്തര കേരള പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബൽറാം, അഖില ഭാരതീയ സഹപ്രചാർ പ്രമുഖന്മാരായ പ്രദീപ് ജോഷി, നരേന്ദ്രകുമാർ എന്നിവരും പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി പാലക്കാട് അഹല്യ ക്യാമ്പസിൽ നടന്ന അഖില ഭാരതീയ സമന്വയ ബൈഠക് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സമാപന പ്രഭാഷണത്തോടെയാണ് അവസാനിച്ചത്. ജനം, പാലക്കാട്.